ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളും എല്ലാം ആണ്. റെസിപ്പി ഉണ്ട്, കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പി ഉണ്ട്, ലഞ്ച് ഉണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മളെ ഓർഗനൈസിങ് ചാലഞ്ച് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു വീഡിയോയെ കുറിച്ചുള്ളൊരു കമൻറ്റ് അത് എന്ത് തന്നെയായാലും എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തനു ഹവയും വീട്ടിലുണ്ട് കേട്ടോ. മുഹമ്മദ് അഡ്മിറ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പനി ആയതുകൊണ്ട്. അപ്പോൾ കുട്ടികൾ ഇവിടെയാണ്, എൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെയും വിളിക്കണം കേട്ടോ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എണീക്കുമ്പോൾ തന്നെ എന്നെയും വിളിക്കണം, ഞങ്ങളെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വിളിച്ചത്. തനു അല്ലെങ്കിലും നേരത്തെ എണീക്കും, ഒരു 6:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കും. ഹവ്വ നല്ല സമയം എടുക്കും കേട്ടോ, 9-10 മണിയൊക്കെ ആകും. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എണീക്കുന്നത്. ഞാൻ ഒരു വിളി വെറുതെ വിളിച്ചതാണ്, അപ്പോഴത്തേക്കും വേഗം ചാടി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അവർ തന്നെ, ഞാൻ താഴോട്ടേക്ക് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവർ തന്നെ ഞങ്ങൾ ബെഡ് മടക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ എന്ന്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ, നമ്മൾ മക്കൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കണം കേട്ടോ. ഞാൻ ഇവർ ചെയ്യുന്ന അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും അത് വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ തന്നെയല്ല അവർ ചെയ്ത് പഠിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ അവർ ചെറിയ കുട്ടികളെ വേണ്ടാതൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവില്ല അങ്ങനെ പറയരുത് കേട്ടോ. അവർ ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളായാലും, അവരെ സ്വന്തം കാര്യമായാലും ഇങ്ങനത്തെ എന്ത് ചെയ്യുകയാണെങ്കിലും, അവർ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച പാത്രം കഴുകി തരികയാണെങ്കിലും ചെയ്തോട്ടെ. കാര്യം അവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മളൊന്നുകൂടെ നോക്കിയാൽ മതി ചെറിയ പ്രായത്തിൽ. പിന്നെ അവരതിലേക്ക് അങ്ങ് റെഡിയായി വന്നോളും. അങ്ങനെ തന്നെയല്ലേ നമ്മളും വന്നത് അങ്ങനെ തന്നെയല്ലേ, ഓരോരോ ശീലങ്ങളും ചെറുപ്പത്തിലേ തുടങ്ങി. എന്നിട്ട് പിന്നീട് നമ്മൾ അവരെ കുറ്റം പറയാൻ നിന്നിട്ട് കാര്യമില്ല. കാര്യം ചെറുതിലേ നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കേണ്ട കാര്യം, ചെയ്ത് ശീലിപ്പിക്കേണ്ട കാര്യമാണ് ഇങ്ങനത്തെ കുഞ്ഞു ശീലങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ വീട്ടിലെ എന്ത് കാര്യങ്ങൾ തന്നെ ആയാലും. അതുപോലെ അടുത്തൊരു ശീലമാണ് കേട്ടോ. നമ്മൾ രാവിലെ കുട്ടികളായാലും വലിയവരായാലും എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിപ്പിക്കുക എന്നുള്ള കാര്യം കേട്ടോ. അവരെ നമ്മൾ ചെറുതിൽ അതൊന്ന് ആ ഒരു റൊട്ടീനിലേക്ക് കൊണ്ടുവന്നാലില്ലേ, എണീറ്റ് ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കുക. ആ ഒരു ഇത് ചെയ്തു കൊണ്ടുവന്നാൽ പതുക്കെ പിന്നെ വലുതാവും തോറും അതിലവർ എന്താ പറയുക, അതവർക്ക് ശീലമായിട്ട് മാറും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 2 ആഴ്ച നമ്മൾ അടുപ്പിച്ചൊന്ന് നിർബന്ധിച്ചിട്ട് അവരെ ചെയ്തു നോക്കുക. പക്ഷേ പിന്നീട് അവർക്കത് ചെയ്യാണ്ട് ഇരിക്കാൻ കഴിയൂല. എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്ത് വിടുന്ന വെള്ളം അവർ കുടിക്കുന്നുണ്ടോ, കളയുന്നുണ്ടോ, കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് അവരെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മളെ കൂടെ കൂട്ടി ഓരോരോ കാര്യത്തിനും, പെൺകുട്ടികളാണ് അങ്ങനെ, ആൺകുട്ടികളാണെങ്കിൽ ആ രീതിയിൽ ഇതേപോലെ തന്നെ നമ്മളെ കൂടെ തന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എല്ലാം നമ്മളെ കൂടെ തന്നെ അവരെ കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് നമ്മൾ വലുതായിട്ട് അവരങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്നില്ല, ഫാമിലിനോട് അറ്റാച്ച് ഇല്ല, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഒരു കാര്യം ചെയ്യില്ല, ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളെ കൂടെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോഴാണ് നമ്മൾ പണി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും എന്താ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യണം
കാരണം അമ്മമാർ കുറേ പണികളൊക്കെ എടുക്കുന്നതാണ്, നമുക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അപ്പോൾ നമ്മളെന്തെങ്കിലും സഹായിച്ചു കൊടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റി അവർക്ക് ചെറുതിലേ ഇങ്ങനെ ശീലിക്കുന്നതുകൊണ്ട് വലുതിൽ അവർക്കത് മറന്നു പോകില്ല കേട്ടോ. അവരത് സ്വന്തം വന്നിട്ട് നമ്മൾ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. അവർ നമ്മളെ കൂടെ കൂടി നമുക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്ന ആ ഒരു രീതിയിലേക്ക് അവർ തന്നെ താനേ മാറും കേട്ടോ. ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നും. ആ രീതിയിൽ നമ്മളവരെ കൂട്ടിപ്പിടിച്ച് ഇന്നത്തെ തലമുറനെ അവർക്ക് അറിയാം എല്ലാ കാര്യങ്ങളും, പക്ഷേ ഫോണ് കാര്യങ്ങൾ പഠിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പല വഴിക്ക് അങ്ങോട്ട് മാറിപ്പോവാണ് കേട്ടോ. ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ചെയ്യാത്തവർ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, വീട്ടിലെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൂടെ നമ്മളെ മക്കളെയും കൂട്ടിപ്പിടിച്ച് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യം A to Z കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മളെ വീട്ടിലെ അതാ പറഞ്ഞ എല്ലാവരും കൂടിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ, അതുപോലെ തന്നെ കുക്കിങ്ങിലേക്കും മക്കളെ ആഡ് ചെയ്യുക, ഓരോരോ കാര്യം. അവരിപ്പോൾ കുട്ടികൾ ഞാൻ ചെയ്യുമ്പോഴല്ലേ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവർ അപ്പുറത്തുപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്, ക്യാമറ ഓഫാക്കലും ഓണാക്കലും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൂടെ ഇങ്ങനെ അവരെയും നമ്മൾ കൂടെ കൊണ്ട് നടക്കുക. അതപ്പോൾ അവർക്കിപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് എന്നാൽ പിന്നെ പോട്ടെ എന്നിട്ട് അവരെ പണിക്കുക, അവർ പോകട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളുടെ കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്നോടടക്കം ഉള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ വലിയ ആളായിട്ട് പറയുന്നതല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാനും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാ റഫീക്ക ടൗണിൽ പോയിട്ടുണ്ട് ചിക്കൻ വാങ്ങിക്കാൻ. നമുക്ക് ലഞ്ചിലേക്ക് ചിക്കൻ ആവശ്യമുണ്ട്, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇവർ വന്നിട്ട് ഞാനൊന്നും പ്രത്യേകമായിട്ടൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഹവ ഷവർമ വേണം, ബർഗർ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനെ എന്നൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല, സാധാ നമ്മളെ ദോശയും പുട്ട് ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യലാക്കാം എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ ആദ്യം ബർഗർ വേണമെന്ന് പറഞ്ഞു, പിന്നെ ഷവർമ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഈസി പീസി എന്നാൽ ഒരു കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു അതിൻ്റെ മുമ്പ് എന്തെങ്കിലും അവരെ ഇങ്ങനത്തെ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിച്ചാലേ ഞാൻ ഉണ്ടാക്കി തരുള്ളൂ കേട്ടോ, ഈ പറഞ്ഞത് ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴം കഴിപ്പിക്കലാണ് കേട്ടോ. പഴം നെയ്യിൽ വാട്ടിയിട്ട് അങ്ങനെ കൊടുക്കൂലേ, അപ്പോൾ അത് അവർക്ക് ഇഷ്ടമാണ്, അങ്ങനെ അത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് കഴിച്ചാൽ ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും കുട്ടികൾ സ്കൂളിൽ പോകാനുള്ളവരും അതുപോലെ തന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവർ, ചിലപ്പം വൈഫും ജോലിക്ക് പോകേണ്ടവരായിട്ടുണ്ടാകും. അങ്ങനെ രാവിലെ ഇനിയിപ്പം ജോലിക്ക് പോകുന്നില്ലെങ്കിൽ രാവിലെ ഒരു തിരക്ക് തന്നെയാണ്. രാവിലെ എന്നല്ല, കുട്ടികളുള്ള വീടാകുമ്പോൾ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലേ. ഒരു തലേ ദിവസം നമ്മൾ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അറ്റ്ലീസ്റ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എന്താണ് ലഞ്ചിന് ഉണ്ടാക്കേണ്ടത് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കുക. ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കെങ്കിലും ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ എനിക്ക് ശരിക്കും ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഇത് ഒന്നുകൂടെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒക്കെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരിത് ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് രാവിലത്തെ ഒരു വെള്ളം കുടിക്കുന്നതായാലും ചായ കുടിക്കുന്നതായാലും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായാലും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കുറച്ച് സമയം നമ്മൾ ഒരു രാത്രിയിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലൂടെ നമ്മളൊന്ന് അതിന് ഇനിയിപ്പോൾ അവരുടെ ടേബിളിൽ പോയിരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപ്പേരിക്ക് അരിഞ്ഞ് വെക്കാം, വെളുത്തുള്ളി തൊലിക്കാം, അങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് നമ്മളൊരു സാഹചര്യം പോലെ നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് രാവിലെ ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ഫ്രീ ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവരെയും കൂടെ നിർത്തിയിട്ടും അതുപോലെ തന്നെ അവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും നമ്മൾ അത് കഴിക്കാനും നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് അങ്ങോട്ടും അതിനൊക്കെയുള്ള ടൈം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ പെട്ടെന്ന് കുക്കിങ് ചെയ്യലും അവരെ പറഞ്ഞാലും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഷവർമ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ, അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി,
ചിക്കൻ ഉള്ളതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എല്ലാം മുളക് പൊടിയൊക്കെ എരിവിന് അനുസരിച്ച് ഞാനിപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള മെനു ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ പുറത്തുള്ള ഡിഷ് ആണെങ്കിലും നമ്മളെ രീതിയിൽ ഹെൽത്തി ആക്കിയിട്ടും കൂടെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷവർമ്മയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ആക്കിയിട്ട് അവരെ ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കൊടുത്തു വിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾ വേണമെങ്കിൽ ഒലിവ് ഓയിലേ അത് യൂസ് ചെയ്യട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സാധാ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് മയണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മയണൈസ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെസിപ്പി നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഹെൽത്തി ആയിട്ടുള്ള തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എരിവ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് നമ്മൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി ഒരു സോസ് ആക്കിയിട്ട്, ഇതാണ് നമ്മൾ ഷവർമേരെ സോസായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനില്ലേ, ചിക്കൻ കുറഞ്ഞ ഓയിലിൽ 2 ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തിയിലാണ് നമ്മളെ ഇത് റോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസ് എടുക്കാം. ഞാനിപ്പോൾ മൈദ വെച്ച് രാവിലെ തന്നെ കുബൂസൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചാൽ അത് റെഡിയാക്കിയില്ല. പിന്നെ കുബൂസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ, വേണമെങ്കിൽ നിങ്ങൾ കുബൂസ് ഉണ്ടാക്കിയിട്ടെടുക്കുക. അത് തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്തു. ഇനി അതിലേക്ക് ഇതാ ആവശ്യത്തിന്, നമ്മളെ ഇഷ്ടത്തിന് ആവശ്യത്തിനുള്ള സോസ്, ഞാനിപ്പം 2 സോസും കൂടെ മിക്സ് ആക്കി എടുത്തില്ലേ. സെപ്പറേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അത്രത്തോളം ചപ്പാത്തിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കുംബറും ക്യാരറ്റും പിന്നെ കുറച്ച് കസ്സില്ലേ അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ ഇങ്ങനെ ചീറ്റ് ഇതപ്പോൾ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടാണുള്ളത്. നമ്മുടെ കുക്കുംബർ ഞാനിതുപോലെ കട്ടാക്കി എടുത്തു കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള വെജീസൊക്കെ എടുത്തോളുക. എന്നിട്ട് ഇത് ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം ഇവർക്ക് എന്തായാലും ഒരെണ്ണേ കഴിക്കുള്ളൂ. ആ ഒരെണ്ണത്തിൽ അവർക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടണം, നല്ലൊരു ദമ്മായിട്ട് കിട്ടണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളെ കുട്ടികൾ ബർഗർ അതുപോലെ തന്നെ പിസ്സ ഷവർമയൊക്കെ കഴിക്കുമ്പോൾ അതിനുള്ളത്തെ വെജിറ്റബിൾസ് അവർ കഴിക്കും. വേറെ നമ്മൾ ഉപ്പേരിക്കാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ ഞാൻ മാക്സിമം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇതിലത്തെ വെജിറ്റബിൾസും കളയുന്നവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ ഒരു വെജിറ്റബിൾസും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലും കൂടെ ഞാൻ കുറച്ചും കൂടെ സോസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മയോണൈസും സോസും കൂടെയുള്ള ആ ഒരു മിക്സ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളെ കയ്യിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, പക്ഷെ നമ്മൾ ഒരു റോളായിട്ട് നിൽക്കണമല്ലോ. അതുകൊണ്ട് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഇങ്ങനെ സെറ്റായിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഈ തെങ്ങിൻ്റെ പോലെ ഈർക്കിളിയില്ലേ തെങ്ങിൻ്റെ, അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താലും മതി. അതവിടെ സെറ്റായിട്ടൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീലും കിട്ടും, അത്ര തന്നെ. ഇത് കണ്ടോ, ഉൾഭാഗത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവർമയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. ഒരു പേടിയും പേടിക്കാതെ നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ഈസി അല്ലേ. നിങ്ങളെ കയ്യിൽ എന്താണല്ല ആ വെജിറ്റബിൾസൊക്കെ എടുത്താലും മതി കേട്ടോ. പിന്നെ എക്സ്ട്രാ സോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ കുറച്ച് സോസൊക്കെ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ റഫീഖാക്കും പോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട്, ഇതൊക്കെ പിന്നെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി അല്ലേ. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ചിക്കനും ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ തലേ ദിവസം നമുക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ.
എന്ത് അപ്പോൾ റഫീക്ക് ഡ്യൂട്ടിക്ക് പോയി. അതിനുശേഷം കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഓർഗനൈസിങ് ചാലഞ്ച് സെക്കൻഡ് ഡേ അല്ലേ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ആണ് കേട്ടോ. ഇതെല്ലാവരും വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ടാക്കും ആവശ്യമുള്ള കുറച്ച് ഐറ്റംസാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശേഖരിച്ചെടുക്കട്ടെ കേട്ടോ. ആദ്യം ഒന്ന് പല സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ റഫീക്ക് എന്തെങ്കിലും ഓഫീസ് വർക്കിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എടുക്കാട്ടെ ചെയ്യും. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം എന്നോട് പേന കണ്ടോ അല്ലെങ്കിൽ സ്റ്റാപ്ലെയർ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടിപ്പോയി എടുക്കുകയാണ് ചെയ്യുക. അതിന് നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും അല്ലേ. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചവരുണ്ടാവും, പക്ഷേ വെക്കാത്തവരുടെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒരു ബോക്സിലോ എന്തെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിലില്ലേ ഭയങ്കര ഈസി ആട്ടോ. ആ തെരച്ചിലിൻ്റെ സമയം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരു പേന നോക്കട്ടെ, ഒരു പേന തരുമോ, എന്തെങ്കിലും കാര്യം നോട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഇനി വേണ്ട നമുക്ക് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമ്പർ നോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്തൊരു പേന ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ഫോണിൽ ചെയ്യാം, എന്നാലും ചില നോട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എനിക്കൊക്കെ എപ്പോഴും വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. യൂട്യൂബിൻ്റെതായാലും ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ പേനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഉണ്ടാവും, പക്ഷെ പല സ്ഥലത്തായിരിക്കും കേട്ടോ ഉണ്ടാവും. ചില സമയത്ത് ഒന്നുപോലും കിട്ടില്ല, ആ ഒരു അവസ്ഥയും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്, മേശയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഞാൻ ഫ്രണ്ടിൽ കാണിച്ചില്ല അവിടെയുണ്ട് കുറച്ച് ഐറ്റംസ്. അപ്പോൾ എല്ലാം ആദ്യം ഒന്ന് ശേഖരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ പേന എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയൊക്കെ തരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ തന്നെ ഓരോ വീട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കട്ടെ. പിന്നെ കുട്ടികളുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും സാധനങ്ങൾ. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആയിട്ട് പോകില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു എന്തെങ്കിലും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ കട്ടിങ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് തന്നെ എടുത്തു വെക്കുക കേട്ടോ. കാരണം അതായാലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നമ്പർ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് ഒരു പേപ്പർ തരുമോ അല്ലെങ്കിൽ ഒരു പേന തരുമോ, ഒരു കാര്യം നോട്ട് ചെയ്യാനാന്ന് പറയുമ്പോൾ നമ്മൾ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ആവാൻ വേണ്ടിയിട്ടും അതിനാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മളുടെ അതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടും അങ്ങനെ വീട്ടിലുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര പേരത് ചെയ്തു എന്നൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഫീലിങ്സ്, ആ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ വീഡിയോയിൽ പറയണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, നിങ്ങളെല്ലാവരും ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ പതുക്കെ ചെയ്ത് വന്നാൽ മതി. ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോന്ന് ഇത് ചെയ്താൽ മതി, ഇത് ചെയ്ത് തീർത്താൽ മതി. 2 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്കെച്ച്, മാർക്കർ, ഗമ്മ്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാപ്ലെയറൊക്കെ തിരഞ്ഞിട്ട് ചിലപ്പം കാണാണ്ടാവുമ്പോൾ അടുത്ത സ്റ്റാപ്ലെയർ പോയിട്ട് വാങ്ങിയിട്ട് വരും. അതാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുമിച്ചൊരു എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടാകുന്ന ഒരു കണ്ടെയ്നറിൽ എന്തിലെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാലില്ലേ അത് ഭയങ്കര യൂസ്ഫുൾ ആവും. നമുക്ക് പിന്നെയും വാങ്ങാൻ പോകേണ്ട കാര്യമില്ല. പേന, പെൻസില്, റബ്ബറ്, പിന്നെ ഈ മായ്ക്കുന്ന റബ്ബറില്ലേ അത്, അങ്ങനെ ഓരോ കാര്യങ്ങളും കേട്ടോ. സ്കെയില്, എന്തെല്ലാമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്തു വെക്കുക. ഇതിപ്പോൾ കണ്ടോ പേനയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അവിടെ ഇവിടെ ആയതുകൊണ്ട് പേനൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. ചിലത് കാണുന്നില്ല, ചിലത് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടാത്തത് നോക്കിയിട്ട് അപ്പം തന്നെ കളയാനും വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യുക. വേണ്ടാത്തത് കംപ്ലൈൻ്റ് ഉള്ളതും നമ്മൾ എടുത്തു വെക്കും, അതൊക്കെ അപ്പം തന്നെ അങ്ങ് കളഞ്ഞേക്കുക. എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് കുട്ടികൾ 3-4 മക്കളൊക്കെ ഉള്ളിടത്ത്, ഇപ്പോൾ കുട്ടികളുള്ളിടത്ത് തന്നെ കുറച്ചധികം സാധനങ്ങളുണ്ടാകും, അവരുടേതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാകും. അത് വേറെ ആയിട്ട് തന്നെ വെച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനൊരു സ്ഥലവും കണ്ടെത്തുക. ഇനിയിപ്പോൾ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലാണെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കാനും അതുപോലെ തന്നെ വെക്കാനൊക്കെ
കുറച്ചുകൂടെ എളുപ്പം ആ രീതിയിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേപ്പർ കട്ടിങ്, ഇപ്പോൾ ഒരു വലിയ പേപ്പർ എടുത്തിട്ട് ഒരു 4ആയിട്ട് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നമ്പറൊക്കെ നോട്ട് ചെയ്യണമെങ്കിൽ ഇതങ്ങ് എടുക്കാട്ട് ചെയ്യുക. ഇത് എൻ്റെ കയ്യിൽ കുറേ ആയിട്ടുള്ളതാണ്, ഭയങ്കര കട്ടിയുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തെടുത്തെടുത്ത് ഇത്രയും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പേപ്പർ കട്ടിങ്ങുകൾ എടുത്തിട്ട്, അതായത് ഒരു പേപ്പർ എടുത്തിട്ട് 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പീസുകൾ കിട്ടുമല്ലോ, അങ്ങനെ ആക്കിയിട്ട് അതിൽ വെച്ചാലും മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യണമെങ്കിലൊക്കെ നമ്മളെടുത്ത് നമുക്ക് ഭയങ്കര ഈസി ആവും അങ്ങനെ ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ചാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. എനിക്ക് ആവശ്യമുള്ള എൻ്റെ കയ്യിലുള്ള ഐറ്റംസാണ് ഞാനിപ്പോൾ എടുത്തുള്ളത്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഞാനിതാ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മളത് ഓർഗനൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ആവും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട് ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളും നീറ്റാവും കേട്ടോ, ഓർഗനൈസ് ആവും. അതുപോലെ തന്നെ കുറേ വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മുറ്റടിക്കൽ കുറച്ചങ്ങ് തള്ളി വെക്കലുണ്ട് കേട്ടോ, കുറച്ചൊന്ന് വൈകിപ്പിക്കലുണ്ട്. കാര്യം നമ്മൾ മുറ്റത്തേക്ക് വെയിൽ വരാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ. രാവിലെ തന്നെ വെയിലുണ്ടാവില്ല, ഒരു എന്താ പറയുക, എന്നാലും കുറച്ച് സമയം എടുക്കും. ഒരു 8 മണി 8:30 9 മണിയൊക്കെ ആവും കേട്ടോ നമുക്ക് നല്ലോണം വെയിലൊന്ന് വന്ന് കിട്ടാൻ. എന്നാലും കുറവാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആകെ കൊള്ളുന്ന വെയിൽ എന്ന് പറയുന്നത് ഈ ഒരു മുറ്റടിക്കൽ മാത്രമാണ്. അപ്പോൾ അതും നമ്മൾ രാവിലെ ചെയ്തു പോകുമ്പോൾ അത്രയൊരു സൂര്യപ്രകാശ വെയിലോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ട്, വേദനകൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും വൈറ്റമിൻ ഡി കുറവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. വെയിലുള്ളിടത്താണെങ്കിൽ അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്ന പണികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്തെ പണികളൊക്കെ ശരിക്കും എടുക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. വെയിൽ കൊള്ളുന്ന കുറച്ച് പണികൾ രാവിലത്തെ കുറച്ച് വെയിൽ, ഒരു 10-11 മണി ആ ഒരു സമയത്തൊക്കെ ഉള്ളൊക്കെ വെയിൽ കൊള്ളുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേരം ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല, നമ്മൾ കണ്ടെത്തില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ അങ്ങനെ പുറത്ത് ചെടി നനക്കലും നമ്മൾ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി താഴെ ഭാഗം തുടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാത്തിലും കാണിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ എന്നത്തെ ക്ലീനിങ് ഇല്ലേ അതൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ക്രഷാക്കിയിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മസാലകൾ മതി കേട്ടോ. അപ്പോൾ ഈ മന്തി ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജംഷി റെസിപ്പീസ് മന്തി റെസിപ്പി എന്നുള്ള അതിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അത് തന്നെ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. ഇത് ഞാൻ ജസ്റ്റ് ഏകദേശം ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മസാല പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആ ഒരു മീഡിയം പീസിലാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വലിയ പീസിലെടുക്കുക, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് മസാല പെരക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ അരി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കൂല, 1 മണിക്കൂർ ഞാൻ അരി കുതിർക്കലുണ്ട്. അപ്പോൾ അത് കുതിർന്ന് അരി വെന്ത് കിട്ടുന്ന സമയം വരെ നമുക്ക് ചിക്കൻ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ആ ഒരു ടൈം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചോറിലേക്കും കുക്കറിലേക്കുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 കഷ്ണം പട്ട നമ്മൾ അരി വേവിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസിലാണ് എടുത്തുള്ളത്. ഇന്ത്യ ഗേറ്റ് വൈറ്റും യെല്ലോയും ഉണ്ട് കേട്ടോ. യെല്ലോ കുറച്ച് വലുതാണ്, ഞാൻ വൈറ്റ് റൈസാണ് എടുക്കുന്നത്. 1 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വെള്ളം അടുപ്പിലേക്ക് വെച്ച് കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരട്ടെ, എന്നിട്ട് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പുറത്ത് ഒരു കുക്കറിലേക്ക് ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ റൈസിനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. 1 കിലോ റൈസിന് 1 കിലോ ചിക്കനും എടുക്കണം. ഓയിൽ ചേർത്ത് കൊടുത്തു. ഒരു 1 ടീസ്പൂണെല്ലാം മുഴുവനെ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1-2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഉണക്ക നാരങ്ങയില അതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനില്ലേ മസാല പെരക്കി വെച്ചേ, അത് നമ്മൾ മസാല പെരക്കി ഉടനെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. കുക്കറൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ അത്
കുക്കറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കുക. ചിക്കൻ്റെ മുകളിൽ ചിക്കൻ വെക്കരുത്, കുക്കറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചിക്കൻ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഉണ്ടാക്കിയവർക്ക് ഇതറിയാൻ വേണ്ടി പറ്റും. ചിക്കനൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ആയ ചിക്കൻ കിട്ടൂലേ, നമ്മളൊന്ന് പൊരിച്ചെടുക്കൂലേ, അതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം, അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സാധാ ഓയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളം തിളച്ച് വന്നപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതാ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഹാഫ് വേവ് മതി. അതായത് നമ്മൾ ഇന്ത്യ ഗേറ്റ് എന്താ പറയുക, വൈറ്റ് റൈസ് അല്ലേ എടുത്തത്, ചെറിയ റൈസല്ലേ, അതുകൊണ്ട് വെന്ത് കുഴഞ്ഞ് പോകാണ്ടിരിക്കാൻ പകുതി വെന്താൽ മതി കേട്ടോ. അപ്പോൾ പകുതി വെന്തതിന് ശേഷം ഞാൻ അതൊന്ന് ഊറ്റിയെടുത്തു. ഇതാ കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് വെള്ളം ഇല്ലാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 4-5 പച്ചമുളകും കൂടെ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കനൽ, ഞാനിപ്പോൾ 2 ചിരട്ട കത്തിച്ചിട്ട്, അതാണ് ചാർക്കോളാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. 2 ചിരട്ട കത്തിച്ചതിൻ്റെ കനൽ ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട്, ഇനി നമ്മൾ ഓയിലും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആക്കി കൊടുക്കുന്നില്ല കേട്ടോ. ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ ഇങ്ങനെ വന്നാൽ മതി. ഇങ്ങനെ വന്നിങ്ങനെ പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വരാനാകുമ്പോൾ വേണമെങ്കിൽ ഓഫാക്കി കൊടുക്കുക. അങ്ങനെ അപ്പോഴത്തേക്കും എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല റൈസ് കിട്ടും. പിന്നെ നിങ്ങളെ അടുപ്പിലെ ഫ്ലെയിമൊക്കെ കുറയുന്നതിനനുസരിച്ച് വേവ് കൂടി പോകണ്ട. അങ്ങനെയുള്ളവർ ഫുൾ ഫ്ലെയിം, അതായത് ഫുൾ എയർ പോകുന്നതിന് മുമ്പ് തുറന്നു നോക്കിക്കോട്ടോ. ഒരു പകുതി എയറിൽ വെച്ചിട്ട് തുറന്നു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ അതിന് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തക്കാളിയിൽ ഒരു ഹാഫ് സവാളയും കൂടെ ചേർത്തിട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതാണ് ഉണ്ടാക്കിയത്. പിന്നെ അതാ കുറച്ച് മയണൈസ്, രാവിലെ ഉണ്ടാക്കി മയണൈസ് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു എഗ്ഗിൻ്റെ മയണൈസും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കുന്ന മയണൈസാട്ടോ, കാഷ്യൂനട്ടല്ല. അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. നമ്മളെ മന്തി ഇതാ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അതുവരെ എടുത്ത ബോട്ടിലുകളും ഓയിൽ അങ്ങനത്തെ ഒക്കെ തിരിച്ചെടുത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ റൈസും റെഡി ആയിക്കോട്ടെ, നമുക്ക് ലഞ്ച് കഴിക്കുകയും ചെയ്യാം. ഇനി കുട്ടികളെ ഒന്ന് കുളിപ്പിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും. പിന്നെ മുഹമ്മദ് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുഹമ്മദിൻ്റെ അടുത്തൊന്ന് പോകണം വൈകുന്നേരം. കുട്ടികളെയും കൊണ്ട് വൈകുന്നേരം പോയിട്ട് പിന്നെ നമ്മൾ രാത്രിയാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു വരിക. അങ്ങനെ അവർക്ക് കുറച്ച് സമയം അവിടെ ഓൻ്റെ അടുത്ത് നിൽക്കുകയും ചെയ്യാം. പിന്നെ റഫീഖ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ കൂട്ടിയിട്ട് അങ്ങനെ തിരിച്ചു വരികയാണ് ചെയ്യാം. അപ്പോൾ നമ്മളെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ അവനെ തനുവിനെ ഒന്ന് കുളിപ്പിച്ചു. തനു പിന്നെ ഒറ്റക്കൈക്കോളും, അവനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒറ്റക്ക് തന്നെ കുളിക്കും, എന്നാലും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, ചെറുതല്ലേ. അങ്ങനെ അവരെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കലാണ് കേട്ടോ. രാവിലെ എണീറ്റ മുതൽ ഇങ്ങനെ പറയാനുണ്ടാവും കേട്ടോ. ഞാനും എൻ്റെ ഏട്ടത്തിയും, എൻ്റെ നേരെ മൂത്ത ഏട്ടത്തിയും ഇങ്ങനെയായിരുന്നു കേട്ടോ. കഥ പറഞ്ഞ് തീരെയില്ല. അത് സ്കൂൾ വിട്ട് വന്നാലും കോളേജ് വിട്ട് വന്നാലൊക്കെ അങ്ങനെ തന്നെയാട്ടോ. ഉമ്മ ഇങ്ങനെ പറയും, ഇത്ര സമയമായി അത്ര സമയമായി എന്ന് പറയട്ടോ. അതൊന്നും കാര്യമില്ല, നമുക്ക് തീരെയില്ല. ഓരോരോരോ കാര്യങ്ങളാവും. അത് എനിക്ക് സെയിം കോപ്പിയായിട്ട് തോന്നി ഇവർ രണ്ടാളും. അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അവർക്ക് അവർ മതി, വേറൊരാളിലേക്ക് ആവശ്യമില്ല കേട്ടോ. വേറെ ആളുണ്ടെങ്കിൽ കളിക്കും എല്ലാവരും കൂടെ കൂടിയിട്ട്. പക്ഷേ ഇവർ വീട്ടിൽ നിന്ന് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആ ഒരു തന്നെ, ഞങ്ങൾ രണ്ടാളും ഉണ്ടാകുന്ന ആ ഒരു ബോണ്ടുണ്ടല്ലോ, അതെന്നെ ഓർമ്മ വരും കേട്ടോ ഇവരത് കാണുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ മന്തിയൊക്കെ റെഡിയായി. ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇതാ ചിക്കനെ നിങ്ങൾക്ക് കാണാം കേട്ടോ മന്തിയിൽ. ഞാനിപ്പോൾ ഇത് പറയുന്നത് പുതിയ വ്യൂസിനോടാണ് കേട്ടോ. പഴയ വ്യൂസ് ഓൾറെഡി എല്ലാവരും ഇത് ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മസാലയും എല്ലാം കറക്റ്റായിട്ട് തന്നെ റെസിപ്പിയിൽ പറയുന്നുണ്ട്. ജംഷി റെസിപ്പീസ് പ്ലസ് ചിക്കൻ മന്തി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റെസിപ്പി കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മന്തിയില്ലേ, ഈ ഒരു റൈസിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള മന്തി ഞാൻ എവിടെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. നമ്മൾ ശരിക്കും മന്തി കഴിക്കുമ്പോൾ എവിടെ നിന്ന് കഴിക്കുകയാണെങ്കിലും മന്തിൻ്റെ റൈസ് ഒരു ഹാർഡായിരിക്കുമല്ലോ നമ്മൾ കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് ചിലർക്കൊന്നും ഈ മന്തി ഇഷ്ടമല്ലാത്തത് കേട്ടോ. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊന്നും ഇത് മന്തി ഇഷ്ടമല്ലല്ലോ, അവർക്ക് ബിരിയാണിയാണ് പിന്നെ ഇഷ്ടം. അത് ഇതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. റൈസ് നല്ല സോഫ്റ്റ്, നല്ല പൂ പോലത്തെ റൈസാവും, എന്നാൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ ഒരു നിങ്ങളെ ഫ്ലെയിം അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വിസിലടുപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ വെറുതെ ഒന്ന് പുറത്തിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ കേട്ടോ അവരെ കൂടെ. ഇനിയിപ്പോൾ ഒന്നുമില്ല, എന്താ പറയുക, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്.
അപ്പോൾ ഇതാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ കളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവരിരുന്ന് കളിച്ചോളും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് വരാം, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. തൊട്ടടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റാക്കാനുള്ള. അപ്പോൾ ഇതാ നല്ലൊരു മഴ വരുന്നുണ്ട്, ഇത് കണ്ട. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ, പെട്ടെന്നുള്ള മഴകൾ. ഇതാ അതിന് ശേഷം മാരിമ്പ് നമസ്കാരത്തിന് ശേഷം ഞങ്ങളിതാ മോനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. ന്യൂ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇവരെ കണ്ട സന്തോഷമാണ് കേട്ടോ. തനുവിനെ കണ്ട പിന്നെ ഒന്നും പറയണ്ട, അവനോട് കളിയാണ്. പക്ഷെ തനുവിനെ ശരിക്കും ഓൻ്റെ ഉമ്മാനെ പോലെയാണ് കേട്ടോ. ഓനക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ എൻ്റെ അടുത്തേക്ക് ഒന്നും വരില്ല, ഇത് കണ്ട കളിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ രാത്രി റഫീഖ ഞങ്ങളെ ഇവിടെ നിന്ന് കൂട്ടുകയാണ് കേട്ടോ ചെയ്യുക. ഡ്യൂട്ടി കഴിഞ്ഞ് റഫീഖ പോകുമ്പോൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് ഇടാൻ മടിയുള്ളവരൊക്കെ ഉണ്ട്, അവർ ഒരു ഇമോജിയെങ്കിലും കമൻറ്റായിട്ട് ഇടാൻ മറന്നു പോകരുതേ. പിന്നെ നമ്മൾ ഓർഗനൈസിങ് ചാലഞ്ച് ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കമൻറ്റൊക്കെ നിങ്ങൾ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.